ഇന്നത്തെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും ദാഹം എല്ലാം തീരും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ എടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശേഷം ഇതിലേക്ക് 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൊവ്വരി ചേർത്ത് കൊടുക്കുകയാണ്. അരക്കപ്പ് ചൊവ്വരി ഉണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചൊവ്വരി നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് തണ്ണിമത്തൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചൊവ്വരീൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല കളറ് കിട്ടാനുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്സ് എല്ലാം പറയാൻ മറക്കരുത്. നല്ല ടേസ്റ്റിയാണ്, കാണാനും നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഫ്താർ സ്പെഷ്യലായിട്ട് വെറൈറ്റി ഡ്രിങ്ക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഞാനിതുപോലെ വേറെയും ഡ്രിങ്ക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.